അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ പരിപാടി അറിയോ? ഇത് ചെറിയ സിമ്പിൾ പരിപാടിയാട്ടോ. ഞായറാഴ്ചയാണ്. അപ്പം ആരുമില്ല വീട്ടിൽ, അച്ഛനുമില്ല മോനുമില്ല. അപ്പം വഴുതനങ്ങ ഒരു മെഴുക്ക് വരട്ടി എന്ന് പറഞ്ഞാൽ വറവൊന്നും ഇടാതെ വെറുതെ മുളകിട്ട് ഉപ്പിട്ട് പച്ചമുളക്, നല്ല ഫ്രഷ് പച്ചമുളക് ആട്ടത്. അങ്ങനത്തെ പച്ചമുളക് തന്നെ അതിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് എന്താണെന്നറിയോ? രണ്ട് കരിവേപ്പില. ഇനി ഇത് അടച്ചടി വയ്ക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിൽ വെള്ളം ഉണ്ടാവും. വഴുതനങ്ങ വെള്ളമാണല്ലോ. ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറിയിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുത്താൽ പരിപാടി കഴിയും. നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. വറവൊന്നും ഇടാതെ, നാളികേരമൊന്നും ഇടാതെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പച്ച നമ്മൾ തൊടിയിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്ന വഴുതനങ്ങയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോക്കി, വെള്ളമൊക്കെ കണ്ടോ ഇറങ്ങിയത്? അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ? കരിവേപ്പിൻ്റെ ഇലൻ്റെയും ആ പച്ചമുളകിൻ്റെയൊക്കെ നല്ലൊരു വാസന അങ്ങനെ വരുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി വേവിക്കട്ടെ. അപ്പം നമ്മുടെ വഴുതനയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യണം? രണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ആവാൻ വേണ്ടിയിട്ടാട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞീൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഏറ്റവും നല്ലതാട്ടത്. അടിപൊളിയാണ്. അടച്ചു വെച്ചു, തീ ഓഫാക്കി. ഞാൻ അടുത്ത വേറൊരു പരിപാടി കൂടി. അടുത്ത പരിപാടി എന്താണെന്നറിയോ? ഉണക്കമീൻ വറ്റിച്ചെടുക്കുക. എന്നതാണ് കറി. സിമ്പിൾ കറി. ചട്ടീൻ്റെ ഒരുപോലെ വെളിച്ചെണ്ണ ആക്കിയാൽ ചട്ടി ചൂടാകുമ്പോൾ ചട്ടി പൊട്ടിത്തെറിക്കില്ല. എനിക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഒച്ചുണ്ടാക്കല്ലോ ഒച്ചുണ്ടാക്കല്ലേ, വീഡിയോയിൽ കേൾക്കും. നന്നായിട്ടൊന്ന് വാടാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തിരിക്കാനിട്ട് കൊടുക്കാം. എന്നാൽ ഈ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടിക്കോളുമ്പോൾ. ഇത് ചെറിയ ഉള്ളിയാണെങ്കിലും നല്ല ടേസ്റ്റാട്ടോ ഇതിന്. ചതച്ചിട്ടാൽ ഒരു അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിട്ട് കൊടുത്തു കേട്ടോ. ഇതൊന്ന് കുറച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് 4 എണ്ണം, തക്കാളി, ഇത്രയും കാര്യങ്ങൾ ഇട്ട് കൊടുത്തു. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ. ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അരച്ച് വെക്കട്ടെ. എനിക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കും.
ഈ തക്കാളി ഇതിലേക്ക് അരച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് പണി തീരുവേ. പിന്നെ അതൊന്ന് തെളിഞ്ഞ് വന്നാൽ മതി. എണ്ണയിലിട്ടിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഉള്ളി ആയാലും അരച്ചാൽ മതി, അരക്കല്ല ചതച്ചാലും മതി. വലിയ ഉള്ളിയാണെങ്കിലും ചെറിയ ഉള്ളിയാണെങ്കിലും ഒക്കെ നമുക്ക് ചതച്ചിട്ടിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ. നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, കറി എത്ര വേണം അതിനനുസരിച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. കുറച്ച് അത്യാവശ്യം എരിവുള്ളൊരു കറി കേട്ടോ അത്. കാരണം നമുക്ക് കഞ്ഞിക്ക് പറ്റും, ചോറിനും പറ്റും, എല്ലാത്തിനും മതി. സൈഡ് കറി ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്നൊരു കറി കേട്ടോ അത്. നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. വാളംപുളി പിഴിഞ്ഞൊഴിക്കുക, അല്ലെങ്കിൽ പച്ച കുടംപുളി ഇട്ട് കൊടുക്കുക. പിന്നെ പുളിവണ്ട ഇട്ട് കൊടുക്കുക. അങ്ങനെ എന്ത് പുളിയാണോ ഉള്ളത് അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് നല്ല ടേസ്റ്റാണ് അത്, അടിപൊളി ടേസ്റ്റാണ്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. എന്താടി ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഇനി ഉപ്പ് നമുക്ക് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉണക്കമീനാണ്. അപ്പോൾ നമ്മൾ ഈ മീനിട്ട് തിളച്ചതിന് ശേഷം ഉപ്പുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചോണ്ടേ. നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ തിളച്ചിട്ട് ഇതിൽ ഉപ്പുണ്ടോ നോക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടച്ചേക്കട്ടെ. അപ്പം അങ്ങനെ നമ്മുടെ ഉണക്കൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി ഉപ്പുണ്ടോ നോക്കാം. കുറച്ച് കൂടി വേണം. നല്ല ടേസ്റ്റാട്ടോ അത്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കൊണ്ടു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു കുട്ടിയേ ഒരുമാ ഉണ്ടാത്തേ. ഇപ്പം നമ്മുടെ കറി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കൽ നിർബന്ധമാട്ടോ അതിൽ. ഇത്ര റെഡിയാക്കില്ല, ഓഫ് ചെയ്തേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരും. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ ഇതേപോലെ ഒരു കറി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കളെ.